തമിഴ്നാട്ടിലെ അരിയാനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് 1008 ശിവലിംഗം സ്ഥാപിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണിത്. ഇന്നെനിക്ക് സമയമുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ എനിക്ക് കയറാൻ പറ്റി. ഇതിലെ പോകുമ്പോഴൊക്കെ എനിക്ക് കയറണമെന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് കയറാൻ പറ്റിയില്ല. ഇത് ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ. ശിവലിംഗമാണ്. 1008 ശിവലിംഗമാണ് ഇവിടെ ഇവർ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതൊരു മലയാണ്. ഇവിടെ നിന്ന് തുടങ്ങും ഈ ശിവലിംഗം. അങ്ങനെ ഇത് കണ്ടോ, നമ്പറിട്ട് പോയിരിക്കുന്നതുണ്ടോ. ഇങ്ങനെ 1008 ശിവലിംഗമാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഭയങ്കര ഒരു കാഴ്ചയാണ്, കാണേണ്ടത് തന്നെയാണ്. അകത്തോട്ട് കയറി വരുമ്പോൾ ഇതുപോലെ ചെറിയൊരു കോവിലുണ്ട്. ഞാൻ ഫസ്റ്റ് എല്ലാവരും ചെരുപ്പ് കൂടി ഇടുന്ന കണ്ട് ഞാനും ചെരുപ്പ് കൂടി ഇട്ടു. പൊള്ളി, എൻ്റെ കാലൊരു പരുവമായിപ്പോയി. അതിന് ശേഷം ഞാൻ ചോദിച്ചു, ചെരുപ്പിട്ട് കയറാമെന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല, ചെരുപ്പിട്ട് കയറിക്കോളാൻ പറഞ്ഞ് ഞാൻ രണ്ടാമത് പോയി ചെരുപ്പിട്ട് കയറി വന്നതാ. എൻ്റെ പൊന്നെ, ഇത് ഭയങ്കര സംഭവം തന്നെയാണ്. ഇവിടെയൊക്കെ ഓരോ ദേവന്മാരുടെ പ്രതിഷ്ഠകളാണ്. ഏറ്റവും കൂടുതൽ ഈ കൊത്തുപണികളുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഈ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ കയറിയാൽ. ഭയങ്കര കൊത്തുപണികളാണ്. ഇവിടെ നമ്മുടെ ഒരാളിയപ്പം നിൽപ്പുണ്ട്. ഇവനെല്ലാവരും കൊണ്ടുവന്ന് പഴം കൊടുക്കുമെന്ന് തോന്നുന്നു. അതാണെന്ന് തോന്നുന്നു ഇവിടുത്തെ പരിപാടി. നാളവൻ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ കൈ വീശുന്നുണ്ട്. ഏറ്റവും മണ്ടയ്ക്ക് വന്നിരിക്കുകയാണ്. ഏതാണ്ടൊരു 350 അടി ഉയരത്തിൽ ഇത് ടോപ്പാണ്. 1000 സംതിങ് ശിവലിംഗം. ഇത് വന്നിട്ട് ഞാനിവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഇതൊരോ വീട്ടുകാരാണ് ഓരോ ശിവലിംഗം ഇവിടെ സ്ഥാപിക്കുന്നത്. എന്നിട്ട് അവർ ഇവിടെ വന്ന് അതിൽ പൂജകളൊക്കെ നടത്തും. അവരുടെ കുടുംബക്കാർ ഇവിടെ വന്ന് പൂജകളൊക്കെ നടത്തും. അങ്ങനെയാണ് ഇവിടുത്തെ ആചാരങ്ങൾ. നല്ല ആചാരങ്ങളാണ്. എങ്ങനെ വന്നാലും ഈ ഒരു മണ്ഡപം ചെയ്യുന്നതിന് നല്ലൊരു എമൗണ്ട് വരും. നല്ല രീതിയിൽ ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത് കണ്ടോ. 758 ഇങ്ങനെ അങ്ങോട്ട് വരികയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല വ്യൂ ആണ് കണ്ടോ. ഈ തൊട്ടടുത്തൂടെ തന്നെ റെയിൽവേയുടെ ഒരു പാലമൊക്കെ പോകുന്നുണ്ട്. ട്രെയിനിലൊക്കെ ഇരുന്നത് കാണാൻ നല്ല രസമായിരിക്കും. ഇത് ഏറ്റവും ടോപ്പിൽ വന്നു കഴിയുമ്പോൾ ഉള്ള ഒരു കോവിലമാണ്. ഇതാണ് ഇതിൻ്റെ സംഭവം. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹൈവേ ആണ്ട് വണ്ടി പോകുന്നതൊക്കെ കാണാം. ഹൈവേ ഒക്കെ കാണാം. നല്ല വ്യൂ ആണ്. പിന്നെ ഇതുങ്ങളെ ഒന്നും നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ 2 പേര് വന്ന് എൻ്റെ ഇതിൽ നിന്ന് അവരെ ഫോട്ടോ ഉണ്ടോയെന്ന് നോക്കിയിട്ട് ക്യാൻസൽ ചെയ്യണമെന്ന് നോക്കി. അപ്പം അവരുടെ മുഖമൊന്നും ഇതിൻ്റെ അകത്ത് ഇല്ലാത്തതുകൊണ്ട് ക്യാൻസൽ ചെയ്യേണ്ടി വന്നില്ല. എന്ന് വെച്ചാൽ കൂടുതലും ഇവിടെ വരുന്നത് ലവേഴ്സാണ്. അതുകൊണ്ട് നമ്മൾ വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അവരുടെ ആൾക്കാരൊക്കെ കാണുമെന്നുള്ള ഭയമുണ്ട്. അപ്പം അങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. എല്ലാവർക്കും ഒന്നും ഇത് വന്ന് കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എൻ്റെ യാത്രയ്ക്കിടയിൽ ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസുമായിട്ടൊക്കെ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കേ.